വടക്കാഞ്ചേരിയിൽ 3 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. വടക്കാഞ്ചേരി, പാർലിക്കാട്, പത്താംകല്ല് എന്നിവിടങ്ങളിലെ 3 ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. ഈ കടകൾക്ക് അധികൃതർ പിഴ ചുമത്തി. വടക്കാഞ്ചേരിയിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഹോട്ടലുകളിലും ബേക്കറികളിലും റെസ്റ്റോറന്റുകളിലും ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തിയത്. ജില്ലാ കളക്ടറുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 6 പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലുമായി ഒരേ സമയം വലിയ രീതിയിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഞാൻ ജോബി, എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസറാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് ഉൾപ്പെടെ 6 പഞ്ചായത്തും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും വരുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ആരോഗ്യപരമായ പരിശോധനകളാണ് ഇന്ന് നടക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഒരേ സമയം ശുചിത്വ പരിശോധന നടക്കുന്നുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായും കൂടിയാണ് ഈ പരിശോധനകൾ. ഈ പരിശോധന ഇന്നത്തെ സാഹചര്യത്തിൽ വടക്കാഞ്ചേരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും 2 ഷിഗല്ല കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ഷിഗല്ല മരണവും ഉണ്ടായിട്ടുണ്ട്. കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം ഇത് മലിനമാകുന്ന സാഹചര്യത്തിൽ മാത്രം വരുന്ന ഈ രോഗം നമ്മൾ വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. പല കാരണങ്ങൾ കൊണ്ട് ഒരർത്ഥത്തിൽ ആരോഗ്യവകുപ്പിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ വീഴ്ചയാണെന്ന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. പലപ്പോഴും നിരന്തരമായ പരിശോധനകൾക്ക് ശേഷവും പൊതുജനം ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണയിലേക്ക് എത്താനോ ഭക്ഷണ പാനീയ ഉൽപ്പാദകരോ വിതരണക്കാരോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളോ വേണ്ടത്ര രേഖകളോ വേണ്ടത്ര ശുചിത്വമോ പാലിക്കാതെ ചെയ്യുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ സാഹചര്യമാണ്. ഇത്രയേറെ വാർത്തകൾ ഉണ്ടായിട്ട് പോലും ഇന്ന് നടത്തിയ പരിശോധനകളിലും നമുക്ക് പഴകിയ ഭക്ഷണമൊക്കെ കണ്ടെടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്ന് നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും സംയുക്തമായിട്ടുള്ളൊരു പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല പരിശോധനകളിലും നമ്മൾ കണ്ടെത്തിയ വീഴ്ചകൾ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങളും നോട്ടീസൊക്കെ കൊടുത്തിട്ട് പോലും അതനുസരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളെ നമ്മൾ അടയ്ക്കാനും ഒപ്പം തന്നെ നല്ല ഫൈൻ ഈടാക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പല സ്ഥാപനങ്ങളും സന്ദർശിച്ച് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർ പരിശോധനകൾ ഈ ആഴ്ചകളിൽ മുഴുവനായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ മഴ പെയ്ത് നമുക്ക് വെള്ളം മലിനമാകാവുന്ന സാഹചര്യത്തിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാനായിട്ട് കഴിക്കുന്ന ആളുകളും അതുപോലെ തന്നെ വിൽപ്പനക്കാരും പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈച്ച മുതലായ തുറന്നു വെച്ച ഭക്ഷണങ്ങളിലൂടെ പരക്കാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, പഴകിയ ഭക്ഷണങ്ങൾ എല്ലാ തരത്തിലും നമുക്ക് ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കാനാവാത്ത നിയമലംഘനം നമ്മൾ പലതരത്തിലും കാണാനിടയാകും. തുടർച്ചയായ പരിശോധന നടന്നിട്ട് പോലും ഇത്തരത്തിലുള്ള നിയമലംഘനം തുടരുന്നത് നമ്മുടെ സംവിധാനത്തോടൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അത് വളരെ ഗൗരവതരമായി കാണുകയും ഒപ്പം തന്നെ തുടർ പരിശോധനകൾ ശക്തമാക്കുകയും വേണ്ടി വരുന്ന സ്ഥാപനങ്ങൾ അടച്ചിടുന്നത് തൊട്ടുള്ള അല്ലെങ്കിൽ കേസെടുക്കുന്നത് തൊട്ടുള്ള പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് കടക്കാനാണ് ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ഒരുമിച്ച് ഈ പരിശോധനകൾക്ക് ഇറങ്ങിയിരിക്കുന്നത്. എരുമപ്പെട്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ജോബി, മുണ്ടത്തിക്കോട് ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് സൂപ്പർവൈസർ ബിജോയ്, വടക്കാഞ്ചേരി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് നിത MN, പബ്ലിക് ഇൻസ്പെക്ടർമാരായ രാഗി, വിപിന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 3 കടകൾക്ക് പിഴ ചുമത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച മറ്റു കടകൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ട. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർ ഡോട്ട് സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ
9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.